ന്യൂട്ടൺസ് ക്ലാസ്. എൻ്റെ പേര് ഹിബ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ, നിങ്ങൾ +1 മാത്സിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് 2-3 ചാപ്റ്റർ ഉണ്ട് അല്ലേ? അതിനകത്ത് ഒരു ചാപ്റ്റർ ആണ്. ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 14 പ്രോബബിലിറ്റി. യെസ്. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് പേരൊന്നും ഇതുവരെ പഠിത്തം തുടങ്ങിയിട്ടില്ല. കുറച്ച് പേർക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. തുടക്കം മുതൽ അവസാനം വരെ മിസ്സിന്റെ കൂടെ വേണം. ആൻഡ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാമെന്ന് മാത്രമല്ല അടിപൊളി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ തരുന്ന വാക്കാണ് ഏറ്റവും വലിയ സത്യം എന്ന് ആരാണ് പറഞ്ഞേക്കുന്നത്? മൊയ്തീൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് തുടങ്ങിയാലോ. എന്താണ് പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത, ചാൻസ് അല്ലേ? ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയും? ഇന്ന് മഴ പെയ്യാൻ സാധ്യതയില്ല അല്ലേ? ഈ സാധ്യതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോബബിലിറ്റി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ. യെസ്, എൻ്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് റെഡ് ബോൾസ് ഉണ്ട്, കുറച്ച് വൈറ്റ് ബോൾസ് ഉണ്ട്. ഓക്കെ, റെഡ് ബോൾസ് ആൻഡ് വൈറ്റ് ബോൾസ്. യെസ്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് റാൻഡം ആയിട്ട് ഒരു ബോൾ പിക്ക് ചെയ്യാണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ റെഡ് ബോൾ ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് ബോൾ ആയിരിക്കും എനിക്ക് കിട്ടുക അല്ലെ? ഉറപ്പാണല്ലോ? അതെ. പക്ഷേ ഞാനിപ്പോ പിക്ക് ചെയ്ത ബോള് റെഡ് ആണോ വൈറ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ പ്രോബബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് അല്ലെ? ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്? ഒന്നല്ലെങ്കിൽ ഹെഡ് കിട്ടാം അല്ലേ? അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. ഹെഡ് അല്ലെങ്കിൽ ടെയിൽ അല്ലേ കിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും കിട്ടോ? ഇല്ല. പക്ഷേ ഇപ്പൊ ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിക്കറ്റിലും ഫുട്ബോളിലൊക്കെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കോയിൻ ടോസ് ചെയ്യുന്നത് അല്ലെ? ഇത്തരം എക്സ്പീരിമെന്റ്സിനെ നമ്മൾ എന്ത് പറയും? റാൻഡം എക്സ്പീരിമെന്റ്. യെസ്. ഫസ്റ്റ് വരുന്ന കോൺസെപ്റ്റ് എന്താണ്? റാൻഡം എക്സ്പീരിമെന്റ് ആണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാരണം പ്രോബബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ എന്താ റാൻഡം എക്സ്പീരിമെന്റ് എന്ന്. സോ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്? സ്നേക്ക് ആൻഡ് ലാഡേഴ്സും ലൂഡോ കളിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഡൈസ് റോൾ ചെയ്യും. ഡൈസ് റോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? 1 കിട്ടും, 2 വരും, 3 വരും, 4 വരും, 5 വരും, പിന്നെ എന്ത് വരും? 6 വരും. ഇത്രയല്ലേ വരുള്ളൂ? അതെ. അപ്പോൾ പക്ഷെ നമ്മളിപ്പോ ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ ഏത് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ ഇത്തരം എക്സ്പീരിമെന്റിനാണ് എന്ത് വിളിക്കുന്നത്? റാൻഡം എക്സ്പീരിമെന്റ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഡിലീറ്റഡ് പോർഷൻ ആണ്. പക്ഷേ ഈ ടോപ്പിക് പഠിക്കാതെ നമുക്ക് പ്രോബബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, സോ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. എന്താണ്? ടോസിങ് എ കോയിൻ പറഞ്ഞു അല്ലേ? ടോസിങ് എ കോയിനിൽ എന്തൊക്കെ വരാം? ഹെഡ് വരാം, ടെയിൽ വരാം. ഇനി ഞാനിതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി 2 കേർലി ബ്രാക്കറ്റ്സിന്റെ അകത്താക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ സ്പേസ്. യെസ്, സാമ്പിൾ സ്പേസ് എന്ന് പറയും. സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാടാ? എസ് ആണ്, ക്യാപിറ്റൽ എസ്. നമ്മൾ എന്താ എഴുതുന്നത്? എസ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റ്സിൽ ഹെഡ്, ടെയിൽ. ഓക്കെ, സോ എന്താണ് സാമ്പിൾ സ്പേസ്? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ the set of all possible outcomes of a random experiment. ഒരു റാൻഡം എക്സ്പീരിമെന്റിൽ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഔട്ട്കംസിന്റെയും സെറ്റിനെ പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മറക്കരുത്? സെറ്റിന്റെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു കുഞ്ഞു കാര്യം മനസ്സിൽ വെച്ചേക്കാം. സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ കേർലി ബ്രാക്കറ്റ്സ് ഇടണം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ടോസിങ് എ കോയിന്റെ സാമ്പിൾ സ്പേസ് ആണ്. ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ ഉള്ള സാമ്പിൾ സ്പേസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ ചോദിക്കട്ടെ, 2 കോയിൻ ടോസ് ചെയ്താൽ എന്തായിരിക്കും സാമ്പിൾ സ്പേസ്? പറയാവോ? എങ്ങനെ വരും നോക്കിയേ. എൻ്റെ കയ്യിൽ 2 കോയിൻ ഉണ്ട് അല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്തു, രണ്ടാമത്തെ കോയിൻ ടോസ് ചെയ്തു. രണ്ടിലും എന്ത് വരാം? ഹെഡ് വരാം. അപ്പൊ അതെനിക്ക് എങ്ങനെ എഴുതാം? സാമ്പിൾ സ്പേസ് ആയതുകൊണ്ട് കേർലി ബ്രാക്കറ്റ്സ് മറക്കരുത്, എച്ച് എച്ച് എന്ന് എഴുതാം അല്ലേ? ഇനി 2 കോയിൻസിൽ എന്ത് വരാം? ടെയിൽ വന്നൂടെ? വരാം. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ടി ടി എന്ന് എഴുതി. പിന്നെ ആദ്യത്തേതിൽ ടെയിലും വരാം, പിന്നെ എച്ചും വരാം. സോ ടി എച്ച് എന്ന് എഴുതി. അതേപോലെ തന്നെ ആദ്യത്തേതിൽ ഹെഡും വരാം, രണ്ടാമത്തേതിൽ ടെയിലും വരാം. സോ എച്ച് ടി എന്ന് എഴുതി. ഇത്രയല്ലേ വരുള്ളൂ? വേറെ എന്തെങ്കിലും വരുമോ? ഇല്ല. അപ്പൊ എത്ര ഔട്ട്കംസ് ആയി? 4 ഔട്ട്കംസ് ആയി ഇവിടെ. ഓക്കെ,
അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണ്, സോ ഒരിക്കലും 2 കോയിൻസ് നിങ്ങളോട് ചോദിക്കില്ല. മറിച്ച് നിങ്ങളുടെ എക്സാമിന് എന്താണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്? 3 കോയിൻസ് ടോസ് ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് ആണ്. ആ പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ കൂടുതൽ വരുന്നത്. 3 കോയിൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോൾ 3 കോയിൻസ് ആണ് ചോദിച്ചു കണ്ടേക്കുന്നത്. സോ സാമ്പിൾ സ്പേസ് എങ്ങനെ എഴുതാം? ഓക്കെ, എൻ്റെ കയ്യിൽ 3 കോയിൻ ഉണ്ട്. ഒരു കോയിൻ ഈ കയ്യിൽ, ഒരു കോയിൻ ഈ കയ്യിൽ. അയ്യോ, മൂന്നാമത്തെ കോയിൻ വെക്കാൻ സ്ഥലമില്ല, ഞാൻ നെറ്റിയിൽ വെച്ചെന്ന് വിചാരിക്കും. ഓക്കെ, എന്ത് ചെയ്തു? നമ്മൾ കോയിൻ ടോസ് ചെയ്തു. 3ലും ഹെഡ് വരാലോ. സോ ഞാൻ എന്ത് എഴുതി? എച്ച് 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 എന്ന് എഴുതാലോ. യെസ്. 3ലും ടെയിൽ വരാലോ മക്കളെ. യെസ്. അപ്പൊ 2 ഔട്ട്കംസ് ആയി. ഇനി വരുന്ന ഔട്ട്കംസ് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഒരു പാറ്റേണിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഔട്ട്കംസും മിസ് ചെയ്യില്ല, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാം. അപ്പൊ ആദ്യം എങ്ങനെ എഴുതണ്ടേ? ആദ്യം എച്ച് എഴുതി, പിന്നെ 2 കോയിനിൽ ടെയിൽ വന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അത് കഴിഞ്ഞ് ആ ഹെഡിന് നമ്മൾ നടുക്ക് എഴുതുന്നു. സോ എങ്ങനെ എഴുതാം? ടി എച്ച് ടി എന്ന് എഴുതി. ഓക്കെ, അത് കഴിഞ്ഞ് ആ ഹെഡിനെ നമ്മൾ അറ്റത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ടി ടി എച്ച് എന്ന് എഴുതി. ഇനി നേരെ തിരിച്ച് ഫസ്റ്റ് ടെയിൽ വരാം, പിന്നെ 2 ഹെഡ് വരാം. ടെയിൽ എച്ച് എച്ച്. ഓക്കെ, ഇനി ആ ടെയിൽ നമ്മൾ നടുക്കിൽ എഴുതുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? എച്ച് ടി എച്ച് എന്ന് എഴുതാം. പിന്നെ ആ ടെയിൽ നമ്മൾ ലാസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എച്ച് എച്ച് ടി എന്ന് എഴുതാം. എത്ര ഔട്ട്കംസ് വന്നു? എത്ര ഔട്ട്കംസ് വന്നു എന്ന് എണ്ണി. ഓക്കെ, 8 ഔട്ട്കംസ് അല്ലേ? യെസ്. അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസിൽ ടോട്ടൽ 8 ഔട്ട്കംസ് ഉണ്ടാകും. ഓക്കെ, ആ നമ്പേഴ്സ് ഒന്ന് മനസ്സിൽ കുറിച്ച് വെച്ചോ. വേറൊരു കാര്യം പറയാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ എത്ര ഔട്ട്കംസ് ആയിരുന്നുടാ? 2:1. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കോയിൻ n ടൈംസ് ടോസ്. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് 2:1 ഔട്ട്കംസ് കിട്ടി അല്ലെ? 2:1 = 2 ഔട്ട്കംസ് കിട്ടി. എപ്പോഴാണ്? ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ. 2 കോയിൻ ടോസ് ചെയ്തപ്പോഴോ? 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് 2:2 = 4 ഔട്ട്കംസ് കിട്ടിയില്ലേ? 3 കോയിൻ ടോസ് ചെയ്തപ്പോൾ എത്ര കിട്ടിയടാ? 3 കോയിൻ ടോസ് ചെയ്തപ്പോൾ 2:3 8 ഔട്ട്കംസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ n നമ്പർ ഓഫ് കോയിൻസ് ടോസ് ചെയ്താൽ നമുക്ക് എത്ര ഔട്ട്കംസ് കിട്ടും? 2:n അല്ലെ? 2:n ഔട്ട്കംസ് കിട്ടും. മനസ്സിലായോ? യെസ്. ഇവിടെ കൺഫ്യൂഷൻ വരാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കോയിൻ ടോസ് ചെയ്തപ്പോഴാണ് നമ്മൾ 4 ഔട്ട്കംസ് പറഞ്ഞത് അല്ലെ? അത് തന്നെയാണ് എന്ത്? എ കോയിൻ ഈസ് ടോസ് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ. സോ അത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവണ്ട. 3 കോയിൻസ് ടോസ് ചെയ്തെന്ന് പറഞ്ഞാലും എ കോയിൻ ഈസ് ടോസ് 3 ടൈംസ് എന്ന് പറഞ്ഞാലും സെയിം ഔട്ട്കംസ് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഒരു ഡൈ റോൾ ചെയ്തപ്പോൾ നമ്മുടെ എന്തായിരുന്നു സാമ്പിൾ സ്പേസ് അല്ലെ? ഡൈ റോൾ ചെയ്യുമ്പോൾ S = സെറ്റ് 1 2 3 4 5 and 6 അല്ലേ? യെസ്. അപ്പോൾ ഒരു ഡൈ റോൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര ഔട്ട്കം കിട്ടിയടാ? 6:1 = 6 ഔട്ട്കംസ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 2 ഡൈസ് റോൾ ചെയ്താൽ എത്ര കിട്ടും അല്ലേ? സെയിം പാറ്റേൺ തന്നെ. 6:2 = 36 ഔട്ട്കംസ് കിട്ടി. സോ n നമ്പർ ഓഫ് ഡൈസ് റോൾ ചെയ്താൽ എത്ര കിട്ടും? n നമ്പർ ഓഫ് ഡൈസ് റോൾ ചെയ്താൽ നമുക്ക് 6:n ഔട്ട്കംസ് കിട്ടും. ഓക്കെ, സോ ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുന്ന സാമ്പിൾ സ്പേസ് ആയിരിക്കും വരിക. ആൻഡ് ഡൈസിന്റെ കാര്യം ചോദിക്കുമ്പോൾ 2 ഡൈസ് ചോദിക്കും. സോ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ 36 ഔട്ട്കംസ് എന്താണെന്ന് കൂടെ പഠിച്ചു വെക്കണം. അത് നമ്മൾ എന്തായാലും പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എന്താണ്? ഇവന്റ്. ഇവന്റ് എന്ന് കേട്ടിട്ടില്ലേ? ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ പറ്റിയൊക്കെ കേട്ടില്ലേ? അതല്ല പ്രോബബിലിറ്റിയിലെ ഇവന്റ്. പ്രോബബിലിറ്റിയിലെ ഇവന്റ് എന്താണ്? എനി സബ്സെറ്റ് E of a sample space S is called an event. അല്ലേ? ഒന്നും മനസ്സിലായില്ല? പറയാം. S നമ്മൾ റോളിംഗ് എ ഡൈയുടെ കേസ് തന്നെ എടുക്കുകയാണ്. സോ S എന്തുണ്ട്? 1 2 3 4 5 6. നമ്മൾ ഇനി എല്ലാ കോൺസെപ്റ്റ്സും ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിക്കോട്ടോ പറയുന്നത്. ഓക്കെ, ഞാൻ E എന്ന് പറഞ്ഞെടുക്കുകയാണ്. എന്താണ്? ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. E എന്ന് പറഞ്ഞാൽ എന്താടാ? ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. അപ്പൊ ഏതൊക്കെ വരും ഈയില്? ഇവിടെ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഉള്ളത്? ഒന്ന് നോക്കിയേ. ഈയില് എന്ത് വരും? 2 വരും, 3 വരും, 5 വരും. ഇതൊക്കെയല്ലേ പ്രൈം നമ്പേഴ്സ്? ആണോ? യെസ്. സോ ഈ എസിന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ. ആണോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? തിരിച്ചൊന്ന് നടക്കണം. എങ്ങോട്ട് പോകണം? നമ്മുടെ ചാപ്റ്റർ 1 സെറ്റിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഏകദേശം കസിൻസ് പോലെയാണ്. കുറച്ച് കോമൺ കാര്യങ്ങൾ പ്രോബബിലിറ്റിയിലും സെറ്റിലും വരുന്നുണ്ട്. അപ്പൊ സെറ്റിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ഇവിടെ ആവശ്യമുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഈ എസിന്റെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ നൾ സെറ്റ് ഉണ്ടല്ലോ, നൾ സെറ്റ് ഒരു ഇവന്റ് ആണോ? ആണോ?
സംശയിക്കണ്ട, നൾ സെറ്റ് ഇവന്റ് ആണ്. നമ്മൾ സെറ്റിൽ പഠിച്ചിട്ടില്ലേ, നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. സോ എന്താണ് നൾ സെറ്റ് ഇസ് എൻ ഇവന്റ്. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ സാമ്പിൾ സ്പേസ് ഇവന്റ് ആണോ? ആണ്. എന്താണ് സംശയം? എല്ലാ സെറ്റും ആ സെറ്റിന്റെ തന്നെ സബ്സെറ്റ് അല്ലേ? സോ എസും എന്താണ് ഇവന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നൾ സെറ്റും സാമ്പിൾ സ്പേസും ഇവന്റ്സ് ആണ്. നമുക്ക് വേറെ എങ്ങനെ വേണമെങ്കിലും ഇവന്റ് ഡിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. കുഞ്ഞു ടോപ്പിക് അല്ലേ, മനസ്സിലായല്ലോ. അടുത്തത് എന്താണ്? ടൈപ്സ് ഓഫ് ഇവന്റ്സ് അല്ലേ? ഇമ്പോസിബിൾ ആൻഡ് ഷുവർ ഇവന്റ്സ്. എന്താണ് ഇമ്പോസിബിളിന്റെ അർത്ഥം? എന്താണ് ഇമ്പോസിബിൾ? നടക്കില്ല, സംഭവിക്കില്ല. യെസ്, അത് തന്നെയാണ് ഇമ്പോസിബിൾ ഇവന്റ്, ഒരിക്കലും നടക്കാത്ത ഇവന്റ്. നോക്കിയേ, റോളിംഗ് എ ഡൈയിൽ ഞാൻ പറയാണ് എ എന്ന് പറഞ്ഞ ഇവന്റ് എടുക്കാം. ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 6. നമ്മളൊരു ഡൈ റോൾ ചെയ്യുമ്പോൾ ഒരു 6-നേലും വലിയ നമ്പർ നമുക്ക് കിട്ടുമോ? ഇല്ല. സോ എയിൽ എന്തുണ്ട്? ഒന്നുമില്ല. എന്ന് വെച്ചാൽ എന്താണ്? നൾ സെറ്റ് ആണ്. സോ ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും നടക്കില്ലാത്ത ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നൾ സെറ്റ് എന്താണ്? നമ്മുടെ 5 ആണ് ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ പ്രോബബിലിറ്റി 0 വരുന്ന ഇവന്റ്. നമ്മൾ പ്രോബബിലിറ്റിയിലോട്ട് കടക്കുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. സെറ്റ് അല്ലേ? ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൾ സെറ്റ് 5. അങ്ങനെയാണെങ്കിൽ എന്താണ് ഷുവർ ഇവന്റ്? ഞാൻ ബി എടുക്കാണ്. ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7 അല്ലേ? ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 7. ബിയിൽ എന്തൊക്കെ വരുവാടാ? റോളിംഗ് എ ഡൈ ആണ് നമ്മുടെ എക്സ്പെരിമെന്റ്. അപ്പോൾ ബിയിൽ എന്തൊക്കെ വരും? സെറ്റ് 1 2 3 4 5 6. ഒന്ന് നോക്കിയേ, ഇത് തന്നെയല്ലേ നമ്മുടെ സാമ്പിൾ സ്പേസ്? ആണോ? യെസ്, ഉറപ്പായിട്ടും സംഭവിക്കുമല്ലോ. ഏതെങ്കിലും ഒരു നമ്പർ അല്ലേ ഇതിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നേ. സോ സാമ്പിൾ സ്പേസ് ആണ് എന്ത്? ഷുവർ ഇവന്റ്. ഉറപ്പായിട്ട് നടക്കും. ഓക്കെ, സോ എസ് ആണ് നമ്മുടെ ഷുവർ ഇവന്റ്, നൾ ആണ് നമ്മുടെ ഇമ്പോസിബിൾ ഇവന്റ്. ഒന്ന് മനസ്സിൽ വെച്ചേക്കാട്ടോ, ഉറപ്പായിട്ട് സംഭവിക്കും. സാമ്പിൾ സ്പേസിൽ എല്ലാവരും ആയിരിക്കും എന്തായാലും നടക്കാൻ പോകുന്നത്. നൾ സെറ്റ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ പറയുന്നത് സിമ്പിൾ ഇവന്റ് ആണ്. എന്താണ് സിമ്പിൾ ഇവന്റ്? If any event E has only one sample point of a sample space, it is called a simple or elementary event. ഒന്നുമില്ല, അതായത് ഒരു സാമ്പിൾ പോയിന്റ് വരുന്ന ഇവന്റ് എന്ന് വെച്ചാൽ എന്താണ്? സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാമ്പിൾ സ്പേസ് ത്രോയിങ് എ ഡൈയിൽ നമ്മൾ പറഞ്ഞു 1 2 3 4 5 and 6 ആണ് അല്ലേ? ഞാൻ ഇവന്റ് എ എടുക്കാണ്. എന്താണ്? ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? 4ന്റെ ഒരു മൾട്ടിപ്പിൾ. അപ്പോൾ എയിൽ എന്താണ് വരിക? എയിൽ ആകെ 4 മാത്രമല്ലേ വരുള്ളൂ. ഒരു ഔട്ട്കോ ഉള്ളൂ. ഇതിനെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ പോയിന്റ്. ഒരു സാമ്പിൾ പോയിന്റ് ഉള്ളൂ. സോ എ എന്ന് പറയുന്നത് ഇവിടെ സിമ്പിൾ ഇവന്റ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നോക്കിയേ മക്കളെ, നമ്മുടെ സെറ്റിൽ വരുന്ന ഓരോ എലമെന്റ്സ് ഉണ്ടല്ലോ, സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പിൾ പോയിന്റ്. ഒരു സാമ്പിൾ പോയിന്റ് വരുന്ന ഇവന്റ്സിനെ സിമ്പിൾ ഇവന്റ്. സിമ്പിൾ ആണ്. അപ്പൊ എന്തായിരിക്കും കോമ്പൗണ്ട് ഇവന്റ്? കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റ് ദാറ്റ് ഹാസ് മോർ ദാൻ 1 സാമ്പിൾ പോയിന്റ്. ഒന്നിലധികം സാമ്പിൾ പോയിന്റ് ഉള്ള ഇവന്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാൻ ഇവന്റ് എ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നമ്പർ കിട്ടാലോ. ഏതൊക്കെയാണ്? എയിൽ എന്തൊക്കെ വരും? 2 വരും, 4 വരും, 6 വരും അല്ലേ? 3 സാമ്പിൾ പോയിന്റ്സ് ആയി. സോ ഇതെന്താടാ? കോമ്പൗണ്ട് ഇവന്റ് ആണ്. ക്ലിയർ ആണല്ലോ? കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റ് ആണല്ലോ. യെസ്. നെക്സ്റ്റ് നോക്കേ, ഇമ്പോർട്ടൻ്റ് ആട്ടോ, കോംപ്ലിമെന്ററി ഇവന്റ്. എന്താണ് കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറയുന്നത്? എ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ടെങ്കിൽ എയുടെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ നോട്ട് എ, എ അല്ലാത്തത്. മനസ്സിലായോ? എ അല്ലാത്തത്. കുഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സാമിൽ പാസ്സാകാണ്. ഓക്കെ, അത് ഞാൻ എ ആയിട്ട് വിളിക്കുകയാണ്. എക്സാം പാസ്സാവുന്നു. എക്സാം പാസ്സായി കഴിഞ്ഞാൽ എക്സാം ഫെയിൽ ആവുമോ ആ കുട്ടി തന്നെ? ഇല്ല, ഓൾറെഡി പാസ്സായല്ലോ, പിന്നെ ഫെയിൽ ആവില്ല. അപ്പൊ നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിലിംഗ് ദ എക്സാം. ഓക്കെ, അതേപോലെ തന്നെ നേരെ തിരിച്ച് എക്സാമിൽ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ആ എക്സാമിന് പാസ്സാവോ? രണ്ടാമത് എഴുതുന്ന കാര്യമല്ല പറയുന്നേ. ആ എക്സാമിൽ ഇപ്പൊ എഴുതിയതിനകത്ത് ഞാൻ ഫെയിൽ ആയി പോയി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താവുന്നില്ല? പാസ്സാവുന്നില്ല. സോ ഈ രണ്ട് ഇവന്റിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെന്ററി ഇവന്റ്സ്. നോട്ട് എ. അപ്പൊ നോട്ട് എനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? എ കോംപ്ലിമെന്റ്, എ ഡാഷ്. തിരിച്ചെങ്ങോട്ട് പോകണം? സെറ്റിലോട്ട് പോകണം. എ കോംപ്ലിമെന്റ് പഠിച്ചിട്ടില്ലേ? എ അല്ലാത്തത്. അതായത് നമ്മുടെ സാമ്പിൾ സ്പേസ് നമുക്കിവിടെ 1 2 3 4 5 6 ഉണ്ട്. പറഞ്ഞു പറഞ്ഞു മടുത്തു അല്ലേ? സെയിം സാമ്പിൾ സ്പേസ് തന്നെയാണ്. ടോപ്പിക് ക്ലിയർ ആവാനാണ് കേട്ടോ. യെസ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 1 2 3 ആണ്. ഓക്കെ, സോ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? നോട്ട് എ. എ അല്ലാത്തത് എന്തൊക്കെയുണ്ടാ? സെറ്റ് 4 5 6 അല്ലേ? ആണോ? ക്ലിയർ അല്ലേ? സിമ്പിൾ. ഓക്കെ, അടുത്തത് എന്താണ്? എ ഓർ ബി. ഇവിടെയാണ് നമ്മൾ
സെറ്റ് ആയിട്ട് ഒരു ടൈപ്പിൽ വരികയാണ്. ഓക്കെ, എ ഓർ ബി. നമ്മൾ സെറ്റിൽ ഇതിനെ വേറെ പേരാണ് പഠിച്ചേക്കുന്നത്. എന്താണ് മക്കളെ? എ ഓർ ബി. ഓർ കണ്ടാൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്തെഴുതണം? എ യൂണിയൻ. ഓക്കെ, ഓർ കണ്ടാൽ യൂണിയൻ. ഓർ കണ്ടാൽ യൂണിയൻ. അത്രയും മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓർ കണ്ടാൽ ധൈര്യമായിട്ട് എഴുതിക്കോളാ യൂണിയൻ. സെറ്റ് ആണല്ലോ? എ യൂണിയൻ ബി കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിയേ, എ ആൻഡ് ബി. ആൻഡ് കണ്ടാൽ എന്ത് എഴുതണം? ആൻഡ് കണ്ടാൽ എന്ത് എഴുതണ്ടേ? ഓറിന് യൂണിയൻ ആണെങ്കിൽ ആൻഡിൽ എന്ത് എഴുതണം? ഇന്റർസെക്ഷൻ. യെസ്, എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓർ കണ്ടാൽ യൂണിയൻ, ആൻഡ് കണ്ടാൽ ഇന്റർസെക്ഷൻ. യെസ്. അടുത്ത നോക്കിയേ, എ ബട്ട് നോട്ട് ബി. അതായത് എയിലുണ്ട് ബിയിലില്ല. നമ്മൾ പണ്ട് കുറച്ച് കുസൃതി ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അല്ലെ, അതിലുണ്ട് ഇതിലില്ല. അതേപോലെ തന്നെ എയിലുണ്ട് ബിയിലില്ല. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ വെൻ ഡയഗ്രാം വരക്കുകയാണ്. പറഞ്ഞില്ലേ, ഈ സെറ്റിന്റെ വെച്ചിട്ടുള്ളൊരു ഗെയിമാണ്. ഓക്കെ, യെസ്. നമ്മള് നല്ല ചളങ്ങിയ ഡയഗ്രാം അല്ലേ? ഓക്കെ, യെസ്. എ ബട്ട് നോട്ട് ബി. ഇത് എ ആണ്, ഇത് ബി ആണ്. സോ എ ബട്ട് നോട്ട് ബി എനിക്ക് എങ്ങനെ ഷെയ്ഡ് ചെയ്യാം? ദേ ഈ കാണുന്ന പോർഷൻ അല്ലേ എ ബട്ട് നോട്ട് ബി ആണോ? യെസ്. സോ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി എന്ന് എഴുതിക്കൂടെ? എ മൈനസ് ബി തന്നെയല്ലേ അത്? ആണോ? വേറൊരു രീതിക്കും എഴുതാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. സെയിം തന്നെയല്ലേ? സോ എ ബട്ട് നോട്ട് ബി എന്ന് കണ്ടാൽ ധൈര്യമായിട്ട് എന്ത് എഴുതാം? എ മൈനസ് ബി എന്ന് എഴുതാം. അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടും എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സി ബട്ട് നോട്ട് എ. സിയിലുണ്ട്, എയിലില്ല. എങ്ങനെ എഴുതാം? ഒന്ന് എഴുതി നോക്കിയേ. എങ്ങനെയാണ്? സിമ്പിൾ. സി മൈനസ് എ, അല്ലെങ്കിൽ എന്ത് പറയാം മക്കളെ? സി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. സെറ്റ് ആണല്ലോ? സിമ്പിൾ. ഇതൊക്കെ എന്ത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ ഈ ഒരു കീവേഡ് കണ്ടാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ പ്രത്യേകത എന്താണ്? അതായത് രണ്ട് ഇവന്റ് എപ്പോഴാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നത്? എ ആൻഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയാൻ എന്ത് നോക്കിയാൽ മതി? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ ആണോ എന്ന് നോക്കിയാൽ മതി. അതായത് രണ്ട് ഇവന്റ്സ് എപ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്നത്? രണ്ടിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. ഇന്റർസെക്ഷൻ നൾ ആയിരിക്കും. ഓക്കെ അല്ലേ? അത്രയും മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മുടെ ത്രോയിങ് എ ഡൈയില് ഞാൻ എ എന്ന് പറഞ്ഞ ഇവന്റ് ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ ആണ്. ഓക്കെ, ഗെറ്റിംഗ് ആൻഡ് ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ എയിൽ എന്തൊക്കെ വരുവാടാ? 2 വന്നു, 4 വന്നു, 6 വന്നു. യെസ്. ബിയിൽ എന്തൊക്കെ വന്നു? ബി എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ ആണേ, ഓഡ് നമ്പർ ആണ്. സോ ബിയിൽ എന്തൊക്കെയാണ് വരുന്നത്? 1 വന്നു, 3 വന്നു, 5 വന്നു. യെസ്. ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി നള്ളല്ലേ? യെസ്. സോ ആ ഇവന്റ്സ് എന്താന്ന് പറയാ? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ ആണല്ലോ? എ ഇന്റർസെക്ഷൻ ബി നള്ളായാൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. അടുത്തത് എക്സോസ്റ്റീവ് ഇവന്റ്സ്. സിമ്പിൾ. രണ്ട് ഇവന്റ്സ് എപ്പോഴാണ് എക്സോസ്റ്റീവ് ആണെന്ന് പറയാം? നോക്കിയേ, നേരത്തെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ. എ യൂണിയൻ ബി കാണുമ്പോൾ എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. ഓക്കെ, എ യൂണിയൻ ബി കാണുമ്പോൾ സാമ്പിൾ സ്പേസ്. അപ്പൊ നേരത്തെ രണ്ട് ഇവന്റ് തന്നെ എടുത്തു. എ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ബി എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. രണ്ടിന്റെയും യൂണിയൻ എടുക്കുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് തന്നെ കിട്ടില്ലേ? യെസ്. അപ്പൊ അതെന്താണ്? അത് എക്സോസ്റ്റീവ് ഇവന്റ്സ് കൂടെയാണ്. സെറ്റ് ആണല്ലോ? യെസ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലം നോക്കാം. ഡൈയുടെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്? എ ഡൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു ഡൈ ആണ് ത്രോ ചെയ്തിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ആ ഇവന്റ്സിൽ എന്തൊക്കെ വരുമെന്ന് നമ്മൾ എഴുതണം. എ എന്ന് പറഞ്ഞ ഇവന്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ നമ്പർ ലെസ് ദാൻ 7 അല്ലേ? സോ ഇത് എഴുതുന്നേക്ക് മുന്നേ നമ്മൾ ആദ്യം എന്താ എഴുതണ്ടേ? സാമ്പിൾ സ്പേസ് എഴുതണം അല്ലേ? ഒരു ഡൈ ആണ് ത്രോ ചെയ്തിരിക്കുന്നത്. സോ സാമ്പിൾ സ്പേസ് എന്താണ് നമ്മൾ പഠിച്ചല്ലോ? 1 2 3 4 5 6. യെസ് അല്ലേ? ഫസ്റ്റ് ഇവന്റ് എന്താടാ പറഞ്ഞേക്കുന്നേ? എ നമ്പർ ലെസ് ദാൻ 7. 7ന് താഴെയുള്ള ഒരു നമ്പർ ഏതൊക്കെയാ? സെയിം തന്നെയല്ലേ? 1 2 3 4 5 6 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? നമ്മുടെ സാമ്പിൾ സ്പേസ് തന്നെയാണ്. ആണോ? അതെ. ഡിസ്ക്രൈബ് ദ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഇവന്റിൽ എന്തൊക്കെ വരുന്നു എന്ന് എഴുതി വെക്കണം. രണ്ടാമത്തെ എന്താണ്? ബി. എ നമ്പർ ഗ്രേറ്റർ ദാൻ 7. നോക്കിയേ, ഈ സാമ്പിൾ സ്പേസിൽ 7ലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതെന്താണ്? നമ്മുടെ നൾ സെറ്റ് ആണ്, 5 ആണ്. ഓക്കെ, യെസ്. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? സി. എന്താണ്? എ മൾട്ടിപ്പിൾ ഓഫ് 3. ഇതിനകത്ത് ഏതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾ? 3 വന്നു, 6 വന്നു. രണ്ട് ഔട്ട്കംസ് അല്ലേ? നാലാമത്തെ ഒരു ഇവന്റ് കൂടെ പറയുന്നുണ്ട്. ഏതാണ്? ഡി.
എ നമ്പർ ലെസ് ദാൻ 4. 4ൽ താഴെയുള്ള ഏതൊക്കെയാടാ? 1, 2, 3. സിമ്പിൾ അല്ലേ? യെസ്, അത് കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഇവന്റ്സ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഓപ്പറേഷൻസ് പറയേണ്ടത് നമ്മളിപ്പോൾ പഠിച്ച യൂണിയൻ കാണാൻ, ഇന്റർസെക്ഷൻ കാണാൻ, എ മൈനസ് സി കാണാൻ, സി മൈനസ് എ കാണാൻ, ഡി കോംപ്ലിമെന്റ് കാണാൻ. ഓക്കെ ആണല്ലോ? ചെയ്യാം. യെസ്, ആദ്യം എന്താടാ? എ യൂണിയൻ ബി. അപ്പൊ നമുക്ക് ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? എ യൂണിയൻ ബി ആണ് അല്ലെ? എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താടാ? നമ്മുടെ സാമ്പിൾ സ്പേസ് തന്നെ അല്ലേ? യെസ്. എന്താണ് എ എന്ന് പറഞ്ഞാൽ? 1, 2, 3, 4, 5, 6 ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. സോ എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ് തന്നെയാണ്. അടുത്തത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി ഒന്ന് നോക്കിയേ. ബി നൾ സെറ്റ് ആണ്. നൾ സെറ്റ് ഇന്റർസെക്ഷൻ ഏത് വന്നാലും എന്താണ്? നൾ സെറ്റ് തന്നെയല്ലേ? സിമ്പിൾ ആയിട്ട് എഴുതാം അല്ലെ? അടുത്തതൊന്ന് ശ്രദ്ധിച്ചേ. എ മൈനസ് സി. നോക്കി എല്ലാവരും. എ മൈനസ് സി. എയിലുണ്ട്, അതിൽ നിന്ന് ആ സി മൈനസ് ചെയ്യണം. സി എന്തൊക്കെയാടാ? 3 ഉണ്ട്, 6 ഉണ്ട്. സോ എയിൽ നിന്ന് നമ്മൾ ആ 3നെയും 6നെയും കളഞ്ഞു. ബാക്കി എന്തൊക്കെ വരും? 1, 2, 4, 5. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്ത് എഴുതാം? സെറ്റ് 1, 2, 4, 5. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ്റെ നിങ്ങളെ തെറ്റിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണോ? സി മൈനസ് എ. സി മൈനസ് എ എന്ത് പറയാം? സിയിലുണ്ട് അല്ലെ? സിയിൽ എന്തൊക്കെയുണ്ട്? 3, 6 ഉണ്ട്. എയിലുള്ളതും കൂടെ കളയണം. എയിലും 3ഉം 6ഉം ഇല്ലേ? സോ സിയിൽ നിന്ന് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ഒന്നുമില്ല. സോ അഗെയിൻ അതെന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, തെറ്റിക്കരുത് കേട്ടോ. എ മൈനസ് സിയും സി മൈനസ് സിയും രണ്ടും രണ്ടാണ്. അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡി കോംപ്ലിമെന്റ്. ഡിയിലില്ലാത്തത് നോട്ട് ഡി. ഡിയിൽ എന്തൊക്കെയുണ്ടടാ? 1, 2, 3 ഉണ്ട്. സോ ഡിയിലില്ലാത്തത് ഏതൊക്കെയായിരിക്കും? 4, 5, 6. സെറ്റ് അല്ലേ? കുഞ്ഞു ക്വസ്റ്റ്യൻ. എല്ലാ ഓപ്പറേഷനും നമ്മൾ പഠിച്ചു. യൂണിയൻ പഠിച്ചു, ഇന്റർസെക്ഷൻ പഠിച്ചു, എ ബട്ട് നോട്ട് സി പഠിച്ചു, കോംപ്ലിമെന്റ് പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അല്ലേ? യെസ് യെസ് മകളെ. അപ്പൊ നമ്മുടെ അടുത്ത പ്രോബ്ലം നോക്കി. ആൻ എക്സ്പെരിമെന്റ് ഇൻവോൾവ്സ് റോളിംഗ് എ പെയർ ഓഫ് ഡൈസ് അല്ലേ? പെയർ ഓഫ് ഡൈസ് എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? 2 ഡൈസ് ഉണ്ട്. സോ നമുക്ക് എത്ര ഔട്ട്കംസ് വരും? നമ്മൾ പഠിച്ചില്ലേ? 6² = 36 ഔട്ട്കംസ് വന്നു. ആ 36 ഔട്ട്കംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കി, ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിയാലോ. ആദ്യത്തെ ഡൈയിൽ നമുക്ക് എന്തുണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. രണ്ടാമത്തെ ഡൈയിലും എന്തുണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. ഇനി ഒന്ന് നോക്കിയേ. ആദ്യത്തെ ഡൈയിൽ എനിക്ക് 1 കിട്ടുന്നു, രണ്ടാമത്തേലും 1 കിട്ടുന്നു. സോ 1, 1 അതാണ് ആദ്യം എഴുതിയേക്കുന്നത്. പിന്നെ അടുത്തത് എന്തുണ്ട്? 1 കിട്ടി, പിന്നെ 2 വന്നു. സോ 1, 2. പിന്നെ 1, 3 അല്ലേ? അപ്പൊ 1, 3. പിന്നെ ആദ്യത്തേൽ 1 കിട്ടുന്നു, രണ്ടാമത്തേൽ 4 കിട്ടുന്നു. അങ്ങനെ എവിടെ വരെ പോവാം? 1, 6 വരെ പോകാം. അടുത്തത് എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഡൈയിൽ 2 കിട്ടുന്നു, രണ്ടാമത്തെ ഡൈയിൽ 1 കിട്ടുന്നു. അപ്പൊ നമ്മൾ 2, 1 എഴുതി, പിന്നെ 2, 2 എഴുതി, അപ് ടു 2, 6 വരെ എഴുതി. ഇങ്ങനെ 3യുടെ കോമ്പിനേഷൻ എഴുതണം, 4ന്റെ എഴുതണം, 5ന്റെ എഴുതണം, 6ന്റെ എഴുതണം, അപ് ടു എവിടെ വരെ എഴുതണം? 6 വരെ എഴുതണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ടോട്ടൽ എത്ര ഔട്ട്കംസ് വന്നു? 36 ഔട്ട്കംസ് വന്നു. അപ്പോൾ ആ സാമ്പിൾ സ്പേസ് എല്ലാവരും നോക്കി വെക്കുക. അതേപോലെ കോയിന്റെ കേസിൽ 3 കോയിന്റെ സാമ്പിൾ സ്പേസും എല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ഇവന്റ്സ് അല്ലെ? കുറച്ച് ഇവന്റ്സ് തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ചെയ്ത സെയിം സംഭവം. ആ ഇവന്റ്സിൽ എന്തൊക്കെ വരുന്നു എന്ന് എഴുതിയാൽ മതി. ആദ്യത്തെ ഇവന്റ് എന്താടാ? ദ സം ഈസ് ഗ്രേറ്റർ ദാൻ 8 എന്ന് വെച്ചാൽ ഈ 2 നമ്പറും സം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 8 വരുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണെന്ന് പിക്ക് ചെയ്തെടുത്താൽ മതി. നോക്കാം. ഗ്രേറ്റർ ദാൻ 8 എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് 8 വരുന്നില്ല. നോക്കേ, 1 + 6 എത്രയാണ്? 7. അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത 2ന്റെ നോക്കേ, 2 + 5 എന്ന് പറഞ്ഞാൽ 7 ആണ്. 2 + 6 എന്ന് പറഞ്ഞാൽ 8 ആണ്. പക്ഷെ ഗ്രേറ്റർ ദാൻ 8 അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. ഇനി 3യുടെ കേസിലോട്ട് നോക്കിയേ. 3 + 5 8 ആണ്. പക്ഷെ 3 + 6 എത്രയാണ്? 3 + 6 9 ആണ്. സോ നമുക്ക് 9 എടുക്കാം അല്ലേ? അതെടുക്കാം. അതേപോലെ 4ൽ എന്തൊക്കെ വരും ഇവിടെ? 4, 5 എടുക്കാം, 4, 6 എടുക്കാം. എടുക്കാമല്ലോ. സം ചെയ്ത് നോക്കിയേ. അതേപോലെ 5ൽ 5, 4, 5, 5, 5, 6. 6ലാകുമ്പോൾ എങ്ങനെയൊക്കെ വരും? 6, 3 വന്നു, 6, 4 വന്നു, 6, 5, 6, 6. ഓക്കെ, എത്ര ഔട്ട്കംസ് വന്നു എണ്ണി നോക്കി. എന്നിട്ട് തെറ്റാതെ A = ഇങ്ങനെ എഴുതാം. സോ നമ്മുടെ ഫസ്റ്റ് ഇവന്റ് എയിൽ എന്തൊക്കെ വന്നു? അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. സെറ്റ് ബ്രാക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഇവന്റ് എന്താ പറയുന്നത്? 2 occurs on either die എന്ന് വെച്ചാൽ എന്താടാ? either die, ഏതെങ്കിലും ഒരു ഡൈയിൽ എന്ത് വരണം? 2 വരണം. ഒന്നല്ലെങ്കിൽ ആദ്യത്തേതിലാവാം, അല്ലെങ്കിൽ രണ്ടാമത്തേതിലാകാം. ഏതൊക്കെയാണ്? ആദ്യത്തേൽ 2 വരുന്ന കോമ്പിനേഷൻസ് നോക്കിയതേ, ഇതൊക്കെയല്ലേ? ആണോ? അതെ. രണ്ടാമത്തേൽ 2 വരുന്നത് ഏതൊക്കെയാണ്? അതെ, ഇത്രയും
ഔട്ട്കംസ് ആണ്. ഓക്കെ, സോ ഇതിൽ കോമൺ ആയിട്ട് ഒരാൾ വന്നല്ലോ, ആരാ? 2 2. രണ്ട് ഡൈയിലും 2 വന്നു. സോ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒറ്റ തവണ എഴുതിയാൽ മതി, റിപ്പീറ്റ് ആയിട്ട് എഴുതരുത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഏതാണ് ബിയിൽ എന്തൊക്കെ വന്നു? നമ്മൾ ആ കോമ്പിനേഷൻസ് എടുത്ത് എഴുതി, ബി കിട്ടി. ഇനി അടുത്തത് ഒന്നും കൂടെ പറയുന്നുണ്ടല്ലോ, സി. എന്താണ് സി? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സം ഈസ് at least 7 and multiple of 3. സം ചെയ്യുമ്പോൾ 7 at least 7 ആയിരിക്കണം. at least 7 എന്ന് പറയുമ്പോൾ നമുക്ക് 7 എടുക്കാം. പിന്നെ എന്തുകൂടെ ആയിരിക്കണം? ആൻഡ് ആണ്. ആൻഡ് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 3 കൂടെ ആയിരിക്കണം. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമ്പിനേഷൻ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? at least 7 വരുന്ന കോമ്പിനേഷൻസ് കണ്ടുപിടിക്കാം. നോക്കിയേ, ഞാൻ ഡയഗണൽ വരക്കുന്നത് കൊണ്ടോ അതെല്ലാം ഒന്ന് സം ചെയ്ത് നോക്കിയേ. 7 അല്ലേ കിട്ടുക? നോക്കിയേ, 6 + 1 7 ആണ്, 5 + 2 7 ആണ്, 4 + 3 7 ആണ്, 3 + 4 7 ആണ്, 2 + 5 7 ആണ്, 1 + 6 7 ആണ്. അതിന് താഴോട്ടുള്ളതെല്ലാം എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. സോ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 7 വരണം, അതിന്റെ മുകളിലും ആകാം. പിന്നെ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടില്ലേ, എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3. ഇനി സം ചെയ്യുമ്പോൾ ഇതെല്ലാം 3യുടെ മൾട്ടിപ്പിൾ കൂടെ ആയിരിക്കണം. അപ്പൊ എല്ലാം ഒന്ന് സം ചെയ്തേടാ. 1 + 6 നമുക്ക് 7 കിട്ടി, 2 + 5 7 ആണ്, 2 + 6 8 ആണ്. ഇങ്ങനെ എല്ലാം എഴുതാം കേട്ടോ. അപ്പോൾ കൂടെ എഴുതിക്കോളൂ. 7 8 9 വന്നു അടുത്തത്. പിന്നെ 7 8 9 10 വന്നു. പിന്നെ 7 8 9 10 11 വന്നു. 7 8 9 10 11 12 വന്നു. ഇതിനകത്ത് ഏതൊക്കെയാണ് 3യുടെ മൾട്ടിപ്പിൾ? 9 അല്ലേ? 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ 9ന്റെ നമ്മളെല്ലാം എഴുതി. ആൻഡ് ഒരാൾ കൂടെ ഉണ്ട്, മറന്നു പോകരുത് കേട്ടോ. 12 എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ നമ്മുടെ സിയിൽ എന്തൊക്കെ വന്നു? സിയിൽ എത്ര ഔട്ട്കംസ് വന്നു? 5 ഔട്ട്കംസ് വന്നു. യെസ്, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. എന്താണ്? വിച്ച് പെയർ ഓഫ് ദീസ് ഈവൻസ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? 3 എണ്ണം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ പെയറാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പെയറും ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോക്കട്ടെ അല്ലേ? ഇന്റർസെക്ഷൻ നള്ളാന്ന് കാണിച്ചാൽ മതി. സോ ആദ്യത്തെ നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല, നള്ളാണ്. സോ എന്ത് പറയാം? എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എടുത്ത് എഴുതണം കേട്ടോ, റിസൾട്ട് കൂടെ എഴുതണം. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഓക്കെ, അടുത്തത് ഏതൊക്കെ പെയർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ പെയർ വൈസ് ചെക്ക് ചെയ്യണം. അടുത്ത ഏതാണ്? ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി നോക്കിയടാ, എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല, എഗെയിൻ നൾ സെറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ബി ആൻഡ് സി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാം. ഇനി ഒരു പെയർ കൂടി ഉണ്ടല്ലോ, ഏതാണത്? യെസ്, എ ഇന്റർസെക്ഷൻ സി. ഓക്കെ, എ ഇന്റർസെക്ഷൻ സി ഒന്ന് നോക്കിയേ. അല്ലേ? 3 6 കോമൺ ആണ് നമുക്ക്, 4 5 കോമൺ ആണ്, 5 4 കോമൺ ആണ്, 6 3 കോമൺ ആണ്, 6 6 കോമൺ ആണ്. യെസ്, ഓക്കെ, കുറച്ച് എലമെന്റ്സ് വന്നു എന്ന് വെച്ചാൽ നോട്ട് ഈക്വൽ ടു നൾ അല്ലേ? അതിനകത്ത് കുറച്ച് എലമെന്റ്സ് വന്നില്ലേ? സോ എയും സിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. Therefore എ ആൻഡ് സി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മനസ്സിലായോ? സിമ്പിൾ ആണ് അല്ലേ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ നോക്കാൻ ജസ്റ്റ് അവരുടെ ഇന്റർസെക്ഷൻ നള്ളാണോ എന്നൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനി പയ്യെ നമ്മുടെ പ്രധാന ആളിലോട്ട് വരെയാണ്, നമ്മുടെ ഹീറോ അല്ലേ? ആരാണ്? ആരാടാ? യെസ്, പ്രോബബിലിറ്റി. എന്താണ് പ്രോബബിലിറ്റി? നോക്കിയ ഫോർമുല ജസ്റ്റ് നോക്കോട്ടോ. നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് എന്ന് വെച്ചാൽ നോക്കിയേ, ത്രോയിങ് എ ഡൈ എടുത്തു. സാമ്പിൾ സ്പേസ് എന്താണ്? 1 2 3 4 5 6. ഇതിനകത്ത് ഞാൻ ഇ എന്ന് പറഞ്ഞ ഇവന്റ് എടുക്കുകയാണ്. എന്താണ് ഇ എന്ന് പറഞ്ഞാൽ? ഗെറ്റിംഗ് എ പ്രൈം നമ്പർ. എഗെയിൻ ഇതിനകത്ത് എന്തൊക്കെ വരും? 2 വന്നു, 3 വന്നു, 5 വന്നു. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ എത്ര വന്നു നോക്കി? എത്ര ഔട്ട്കംസ് വന്നു? 3 ഔട്ട്കംസ് വന്നു. ടോട്ടൽ നമുക്ക് എത്ര ഔട്ട്കംസ് ഉണ്ട്? സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 6 അല്ലേ? സോ 3/6 = 1/2. സിമ്പിൾ. പ്രോബബിലിറ്റി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? എന്തൊരു സിമ്പിൾ ആണല്ലേ? അപ്പോൾ എല്ലാ മക്കളും നല്ലോണം പഠിക്കണം. സൂപ്പറായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാപ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഇഫ് എ ഈസ് എനി ഇവന്റ് വിത്ത് സാമ്പിൾ സ്പേസസ്. എ ഒരു ഇവന്റ് ആണ്, എസ് ആണ് സാമ്പിൾ സ്പേസ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? പ്രോബബിലിറ്റി ഓഫ് എ നോക്കിയടാ,
അതിന്റെ റേഞ്ച് നോക്കിയേ, പ്രോബബിലിറ്റിയുടെ മിനിമം വാല്യൂ എപ്പോഴും എന്താണ് മക്കളെ 0 ആണ്, മാക്സിമം വാല്യൂ 1 ആണ്, അല്ലെങ്കിൽ ഇതിനിടയിലാകാം. എന്ന് വെച്ചാൽ ഞാൻ ദേ പറയാണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് P of A ഈക്വൽ ടു 1.5 എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം എന്താണ്? മാക്സിമം വാല്യൂ 1 ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൻസർ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? തെറ്റാണ്. ഒന്നല്ലെങ്കിൽ 0 വരും, അല്ലെങ്കിൽ 1 വരും, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ മാത്രമേ എപ്പോഴും പ്രോബബിലിറ്റിയുടെ വാല്യൂ വരുള്ളൂ. ഇനി നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചൊരു സംഭവമാണ്. നോക്കിയേ, P of S സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്താടാ? 1 ആണ്. കാരണം എന്താണ് നമ്മൾ പഠിച്ചു? സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഷുവർ ഇവന്റ് ആണ്, ഉറപ്പായിട്ടും സംഭവിക്കും. സോ ഷുവർ ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ P of null എന്താണ്? 0 ആണ്. null എന്ന് പറഞ്ഞാൽ ഇംപോസിബിൾ ഇവന്റ് ആണ്, ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സോ നള്ളിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തത് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. If A and B are any two events associated with a random experiment, എയും ബിയും ഏതോ രണ്ട് ഇവന്റ്സ് ആണെങ്കിൽ നമ്മൾക്ക് P of A union B എന്ന് പറയാം. P of A plus P of B minus P of A intersection B. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് ഡയറക്റ്റ് എ യൂണിയൻ ബി കാണാൻ മാത്രമല്ല ചോദിക്കുക, മറിച്ച് എന്ത് ചോദിക്കുന്നു? നോക്കേ, എ യൂണിയൻ ബി തന്നിട്ടുണ്ടാവും, P of B തന്നിട്ടുണ്ടാവും, P of A intersection B തന്നിട്ടുണ്ടാവും, എന്നിട്ട് P of A കാണാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. P of A നെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാ, ആ P of A യൂണിയൻ ബി യെ റൈറ്റിലോട്ട് കൊണ്ടുവരാം. അതേപോലെ ഏത് വേണമെങ്കിലും ചോദിക്കാം, ഏതെങ്കിലും മൂന്നെണ്ണം തന്നിട്ട് ആ നാലാമനെ കണ്ടുപിടിക്കാൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇനി അതിനകത്ത് തന്നെ വരുന്ന വേറൊരു സംഗതി ഒന്ന് ശ്രദ്ധിച്ചേ. If A and B are mutually exclusive events. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞോളൂ അല്ലെ, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് ആവുമ്പോൾ? A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ null ആയിരിക്കും, ആണോ? യെസ്, A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ null വരും. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? A ഇന്റർസെക്ഷൻ B null ആണ് അല്ലേ? പിന്നെ നോക്കിയ മക്കളെ, ഇതിനകത്ത് P of A ഇന്റർസെക്ഷൻ B എന്താകും? P of A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് ഇവിടെ P of null ആകും. P of null നമ്മൾ പഠിച്ചില്ലേ, എന്തായിരുന്നു? P of null എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഈ ടേം 0 ആയി പോയാൽ നമുക്ക് എന്ത് കിട്ടും? P of A union B equal to P of A plus P of B. വ്യത്യാസം മനസ്സിലായോ? എയും ബിയും ഏതെങ്കിലും രണ്ട് ഇവന്റ് ആണ്, പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ A union B കാണുമ്പോൾ എന്ത് ചെയ്യണം? P of A plus P of B minus P of A intersection B. മൂന്ന് ടേംസ് വന്നു. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞാൽ A intersection B null ആണെന്ന് മനസ്സിലായി. അപ്പൊ P of null 0 ആണ്, ആ മൂന്നാമത്തെ ടേം പോവും. എന്ത് ചെയ്താൽ മതി? P of A plus P of B ജസ്റ്റ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത് നോക്കിയടാ. P of A plus P of A complement equal to 1 എന്ന് വെച്ചാൽ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, എക്സാം പാസ്സാവുന്നു, എക്സാം ഫെയിൽ ആകുന്നു അല്ലേ? രണ്ടും എന്താണ്? കോംപ്ലിമെന്ററി ഇവന്റ്സ് ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും പ്രോബബിലിറ്റിയുടെ സം എന്ന് പറയുന്നത് എന്താടാ? 1 ആണ്. ഓക്കെ, 1 ആണെന്ന് അറിയാം. സോ എന്ത് ചെയ്യാം? അടുത്ത നോക്കിയ P of A കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കോംപ്ലിമെന്റിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. 1 മൈനസ് P of A കോംപ്ലിമെന്റ്, അതായത് എന്താണ്? P of പാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് P of ഫെയിൽ ചെയ്താൽ മതി. ഓക്കെ ആണോ? പ്രോബ്ലം ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? P of A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് P of A. ഈ P of A നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട പ്രോപ്പർട്ടി എന്താണ്? P of A പ്ലസ് P of A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ക്ലിയർ അല്ലേ? സോ ഇത്രയും പ്രോപ്പർട്ടീസ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി സെറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്താണ്? ഇയും എഫും രണ്ട് ഇവന്റ്സ് ആണ്. എന്ത് തന്നിട്ടുണ്ട്? P of E 1/4 ആണ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അതൊന്ന് എടുത്തെഴുതുക. P of E 1/4. P of F എന്താടാ? P of F എന്ന് പറഞ്ഞാൽ 1/2 ആണ്. നോക്കേ, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കീവേഡ് നോക്കണ്ട. ആൻഡ് വന്നു. ആൻഡ് വന്നാൽ എന്താണ് തന്നേക്കുന്നത്? ഈ ഇന്റർസെക്ഷൻ F ആണ്. യെസ്, ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ ആണ്. സോ ഈ ഇന്റർസെക്ഷൻ F എന്ന് പറഞ്ഞാൽ 1/8 ആണ്. എല്ലാ മക്കളും ഒന്നും കൂടെ അതൊന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ആ കോൺസെപ്റ്റ്സ്. ഓർ വന്നാൽ യൂണിയൻ, ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ, നോട്ട് വന്നാൽ കോംപ്ലിമെന്റ്. ഓക്കെ,
ഓർ വന്നാൽ യൂണിയൻ, ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ, നോട്ട് വന്നാൽ കോംപ്ലിമെന്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പി ഓഫ് ഇ ഓർ എഫ് ആണ്. ഇ ഓർ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ വരുമ്പോൾ എന്ത് എഴുതണം എന്നാണ് പറഞ്ഞത്? യൂണിയൻ അല്ലെ? അപ്പോ പി ഓഫ് ഇ യൂണിയൻ എഫ്. ഇപ്പൊ നമ്മൾ പഠിച്ചു ഫോർമുല അല്ലെ? ഇ യൂണിയൻ എഫ് എന്താണ്? പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇനി എല്ലാത്തിന്റെ വാല്യൂസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 1/4 പ്ലസ് 1/2 പ്ലസ് 1/8. ഇനി എന്ത് ചെയ്താൽ മതി? LCM കണ്ടാ പോരെ? എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ നമുക്ക് എന്താക്കണം? 8 ആക്കണം. സോ എങ്ങനെ എഴുതാം? 2 പ്ലസ് 4, ഇവിടെ പ്ലസ് അല്ല മൈനസ് ആട്ടോ, ഇവിടെ മൈനസ് ആണ്, മൈനസ് 1/8, അതായത് 6 മൈനസ് 1 എന്ത് വന്നു? 5/8. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തോളാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ ചോദിച്ചേക്കുന്നത്? ഓക്കെ, നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. നോട്ട് ഇ തന്നിട്ടുണ്ട്, ഒരു ആൻഡ് ഉണ്ട്, നോട്ട് എഫ് ഉണ്ട്. എന്താ പറഞ്ഞത്? നോട്ട് കണ്ടാൽ എന്ത് എഴുതണമെന്നാ പറഞ്ഞത്? കോംപ്ലിമെന്റ് അല്ലെ? ധൈര്യമായിട്ട് എഴുതിക്കോളൂ. ഈ കോംപ്ലിമെന്റ് ആൻഡ് വന്നു, എന്ത് എഴുതണം? ഇന്റർസെക്ഷൻ. നോട്ട് എഫ് വന്നു, അപ്പൊ എന്ത് എഴുതാം? എഫ് കോംപ്ലിമെന്റ്. ഇനി പിന്നെയും നിങ്ങൾ തിരിഞ്ഞു നടന്നോ എങ്ങോട്? സെറ്റ് ചാപ്റ്റർ 1. നമ്മൾ അവിടെ ഒരു ഡിമോർഗൻ ലോ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. എന്താണ്? നമുക്ക് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാം? രണ്ടിലും കോംപ്ലിമെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആ കോംപ്ലിമെന്റ് പുറത്തേക്ക് എടുക്കുന്നു, നടുക്കത്തെ ആ ഇന്റർസെക്ഷൻ മാറി യൂണിയൻ ആവുന്നു. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഇമ്പോർട്ടന്റ് ആട്ടോ. അതേപോലെ നേരെ തിരിച്ചും എഴുതാം, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എന്തായി? യൂണിയൻ മാറി ഇന്റർസെക്ഷൻ ആയി, കോംപ്ലിമെന്റ് മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തു. സോ ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ ഒന്ന് നോക്കിയ മക്കളെ, ഇവിടെ നമുക്ക് എന്താ വന്നേക്കുന്നത്? ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. സോ എന്ത് ചെയ്താൽ മതി? ആ ഇന്റർസെക്ഷൻ മാറി യൂണിയൻ ആവുന്നു. സോ ഈ യൂണിയൻ എഫ്, ആ കോംപ്ലിമെന്റിനെ മൊത്തത്തിൽ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. സോ എന്തായി? ഹോൾ കോംപ്ലിമെന്റ്. ഇനി ഇപ്പൊ പഠിച്ചൊരു പ്രോപ്പർട്ടി ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. നമ്മൾ എന്ത് പഠിച്ചു? പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ എന്ന് എഴുതാലോ. സോ അത് തന്നെ നമ്മൾ ഇവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് വരുന്നു? 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ് അല്ലേ? അല്ലേ? സിമ്പിൾ. ഇനി എന്താണെന്ന് നോക്കി, ഇ യൂണിയൻ എഫ് ആണ് നമ്മൾ ആദ്യം കണ്ടുവച്ചേക്കുന്നത്, 5/8. സോ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 മൈനസ് 5/8 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? എന്ത് വരും? 8 minus 5/8 which is equal to 3/8. സിമ്പിൾ അല്ലേ? കഴിഞ്ഞ ഏതോ ഒരു വർഷം ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രോബബിലിറ്റിന്ന് സൂപ്പർ ആയിട്ട് ഫുൾ മാർക്ക് വാങ്ങാം. അപ്പോ അടുത്ത പ്രോബ്ലം നോക്കിക്കോ. എ ആൻഡ് ബി ആർ ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ ആൻഡ് ബി തന്നിട്ടുണ്ട്. ആൻഡ് കണ്ടാൽ എന്ത് എഴുതണം? ഇന്റർസെക്ഷൻ എഴുതണം. സോ അത് നമ്മൾ എടുത്ത് എഴുതുന്നു. പി ഓഫ് എ തന്നിട്ടുണ്ട് 0.42, പി ഓഫ് ബി തന്നിട്ടുണ്ട് 0.48, എ ആൻഡ് ബി തന്നിട്ടുണ്ട്, അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.16. ഇനി എന്താടാ ചോദിച്ചേക്കുന്നത്? ഫസ്റ്റ് വൺ പി ഓഫ് നോട്ട് എ. നോട്ട് കണ്ടാൽ എന്ത് എഴുതണം എന്നാ പറഞ്ഞേക്കുന്നേ? കോംപ്ലിമെന്റ് അല്ലേ? അപ്പൊ എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നേ? പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. എന്താണ് പി ഓഫ് എ കോംപ്ലിമെന്റ്? ഇപ്പൊ ചെയ്ത് കഴിഞ്ഞോളൂ. 1 മൈനസ് പി ഓഫ് എ. പി ഓഫ് എ എന്താന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 0.42 ആണ്. സോ 1 മൈനസ് 0.42 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.58 ആണ്. കഴിഞ്ഞു. സിമ്പിൾ. അടുത്തതും സെയിം തന്നെയാണ്. എന്താണ്? പി ഓഫ് നോട്ട് ബി ആണ്. എക്ക് പകരം ബി, അത്രേ ഉള്ളൂ. നോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തെഴുതും? പി ഓഫ് ബി കോംപ്ലിമെന്റ് എഴുതും അല്ലെ? അതെന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് ബി ആണ്. എന്ത് എളുപ്പമാണല്ലേ? ഇനി ആ പി ഓഫ് ബി ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 മൈനസ് 0.48 എന്ന് പറഞ്ഞാൽ 0.52 ആണ്. ഇനി അടുത്ത എന്താ മക്കളെ ചോദിച്ചേക്കുന്നത്? എ ഓർ ബി ആണ് അല്ലേ? എ ഓർ ബി എന്ന് പറയുമ്പോൾ ഓർ കണ്ടാൽ എന്ത് എഴുതണം? പി ഓഫ് എ യൂണിയൻ ബി ആണ് ചോദിച്ചേക്കുന്നത്. എ യൂണിയൻ ബി എന്താണെന്ന് പഠിച്ചു അല്ലേ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മൂന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടാൽ പോരെ? അത് നിങ്ങൾക്ക് താനേ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ യൂണിയൻ കണ്ടുപിടിച്ചാണ്. സോ അത് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ സാമ്പിൾ സ്പേസ് പഠിച്ചപ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാണ്. ഏതാണ്? അതെ, 3 coins are tossed.
3 കോയിൻ ടോസ് ചെയ്തിട്ടുണ്ട്. 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് എത്രയാണ്? 2⁻3 ഈക്വൽ ടു 8 ആണ്. ആ സാമ്പിൾ സ്പേസ് നമ്മൾ പഠിച്ചു അല്ലേ? അതിവിടെ ആവശ്യമുണ്ട്. സോ എടുത്ത ആ സാമ്പിൾ സ്പേസ് എഴുതിക്കോളൂ. എങ്ങനെയായിരുന്നു? 3H വന്നു, പിന്നെ 3 ടെയിൽ വന്നു, പിന്നെ ആ പാറ്റേൺ അതേപോലെ എഴുതിക്കോ, അപ്പൊ തെറ്റിപ്പോവില്ല. ഓക്കെ, H T T T H T പിന്നെ T T H വന്നു. അത് കഴിഞ്ഞിട്ടോ T H H വന്നു, H T H വന്നു, H H T വന്നു. യെസ്, സിമ്പിൾ ആണ് അല്ലേ? ഇനി ഫസ്റ്റ് എന്താടാ പറയുന്നത്? ആദ്യത്തെ ഞാൻ A ആയിട്ട് എടുക്കാം. 3 ഹെഡ്സ്, 3 ഹെഡ് വന്നു. 3 ഹെഡ് വന്നാൽ ഏതൊക്കെയാണ്? ആകെ ഇത് മാത്രമേ ഉള്ളൂ. സോ എന്ത് വന്നു? H H H വന്നു. സോ P of A എന്നാൽ, അതായത് P of 3 ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ആകെ ഒരെണ്ണുള്ളൂ. സോ 1 by ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 8 ആണ്. കഴിഞ്ഞു. രണ്ടാമത്തെ എന്താടാ? അറ്റ്മോസ്റ്റ്. മക്കളെ ആ വാക്കൊന്ന് എല്ലാവരും ശ്രദ്ധിച്ച. അറ്റ്മോസ്റ്റ്, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം. മാക്സിമം 2 ഹെഡ് വരാം. അതായത് 2 ഹെഡ് മാക്സിമം ആവാം. അതിന്റെ അർത്ഥം എന്താണ്? 1 ഹെഡും ആവാം, പിന്നെ എന്തും വരാം, 0 ഹെഡും വരാം. സോ അത് കൺസിഡർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, 2 ഹെഡ് വരുന്നത് ഏതൊക്കെയാടാ? നോക്കിയേ, ഇത് വന്നു, ഇത് വന്നു, ഇത് വന്നു അല്ലേ? 2 ഹെഡ് വന്നു. ഇനി 1 ഹെഡ് വരുന്നത് ഏതൊക്കെയാണ്? 3 എണ്ണം ഉണ്ട് അല്ലേ? ഇനി 0 ഹെഡും മറക്കരുത്, അതായത് ഹെഡ് ഇല്ല, ടെയില് മാത്രം. ഇതും കൂടെ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 7 ഔട്ട്കംസ് അല്ലേ? സോ അത് ഞാൻ P of B ആയിട്ട് എടുക്കുകയാണ്. P of B ഈക്വൽ ടു 7 by ടോട്ടൽ ഔട്ട്കംസ് എഴുതാൻ മറക്കരുത്, 7 by 8. സെറ്റ് ആണല്ലോ? യെസ്, അറ്റ്മോസ്റ്റ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം. മിനിമം എന്ത് വരണം? 2 ഹെഡ്സ് വരണം. മിനിമം 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 2 ഹെഡ്സ് ഉറപ്പായിട്ട് വരണം. 3 ഹെഡും ആവാം, കുഴപ്പമില്ല, 3 ഹെഡും ആകാം. ഓക്കെ, സോ ഇനി നോക്കിയേ, എല്ലാവരും നോക്കിയേ, 2 ഹെഡ് വരുന്നത് ഏതൊക്കെയാണ്? 2 ഹെഡ് വരുന്ന കോമ്പിനേഷൻ, 2 ഹെഡ് വരുന്ന കോമ്പിനേഷൻ 3 എണ്ണം ഉണ്ട്. 3 ഹെഡ്സും ആവാം, ഒരെണ്ണം കൂടി ഉണ്ട്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി എന്താണ്? ഞാൻ C ആയിട്ട് എടുക്കാണ്. P of C എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വന്നു? 4 എണ്ണം വന്നില്ലേ? 4 by 8, 1 by 2. കഴിഞ്ഞു. സോ അറ്റ്ലീസ്റ്റിന്റെയും അറ്റ്മോസ്റ്റിന്റെയും വ്യത്യാസം മനസ്സിലായല്ലോ? അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം. അടുത്ത നോക്കിയേ, എക്സാക്ട്ലി 2 tails. കറക്റ്റ് ആയിട്ട് എന്ത് വരണം? 2 ടെയിൽ വരണം. ഏതൊക്കെ വരുവാടാ? 3 എണ്ണല്ലേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ, പിന്നെ ഇത്. സോ 3 by 8. സിമ്പിൾ. നാലാമത്തേന്റെ ആൻസർ 3 by 8 ആണ്. ഓക്കെ, യെസ്, ഡി ആയിട്ട് എടുത്തു. സോ 3 ഔട്ട്കംസ് ആണ് ഫേവറബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ 8 ആണ്. സോ 3 by 8. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്തതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ്? ഓക്കെ, കാർഡ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. സോ അതിനു മുന്നേ നിങ്ങൾ ഈ കുറച്ച് കാര്യങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കുക. ഉറപ്പായിട്ടും കാർഡ്സിലെ എക്സ്പേർട്സ് ആണ് എൻ്റെ മുന്നിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. കളിച്ചിട്ടില്ലെങ്കിലും എന്തായാലും കണ്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലെ? ഇനി കണ്ടിട്ടില്ലെങ്കിലും സാലതേ മക്കളെ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ട്? ഒരു പാക്കിൽ എത്ര കാർഡ്സ് വരും? 52 കാർഡ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഹാഫ് ബ്ലാക്ക് കാർഡ്സ് ആയിരിക്കും, ഹാഫ് റെഡ് കാർഡ്സ് ആയിരിക്കും. സോ റെഡ് 26 വന്നു, ബ്ലാക്ക് 26 വന്നു. ഓക്കെ, മനസ്സിലായി? ഈ നമ്പേഴ്സ് ഒന്ന് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരു കാർഡിന്റെ സെറ്റില് ഏതൊക്കെ ഷേപ്സ് ആണ് വരുന്നത്? ഡയമണ്ട് ഉണ്ട് അല്ലെ? നമ്മുടെ ഹാർട്ട് ഉണ്ട്, പിന്നെ ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ക്ലബ് ഉണ്ട്, പിന്നെ സ്പേഡ് ഉണ്ട് അല്ലെ? ക്ലബിനെ നിങ്ങൾ ചിലപ്പോൾ ക്ലോവർ എന്നൊക്കെ പറയും. ഈ 4 ഷേപ്പാണുള്ളത്. ഈ 4 ഷേപ്പിൽ നോക്കിയേ 13 കാർഡ്സ് വീതമുണ്ട്. 13 + 13 + 13 + 13 ടോട്ടൽ 52. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഫേസ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫേസ് കാർഡ്സ്? എന്താ? നമ്മുടെ കിങ്, ക്വീൻ, ജാക്ക് അല്ലേ? 4 ഷേപ്പിലും ഓരോ കിങ്ങും ക്വീനും ജാക്ക് വീതമുണ്ട് അല്ലേ? ആണോ? യെസ്. സോ 4 × 3 എത്ര വന്നു? 12 ഫേസ് കാർഡ്സ് ആണ്. സോ ഫേസ് കാർഡ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ ടെൻഷൻ ആകണ്ട. എന്താണ് ചോദിച്ചേക്കുന്നത്? നമുക്കറിയാം, ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ഇനി അടുത്തത് എയ്സ് അല്ലെ? 1ന് പകരം നമ്മൾ പറയുന്നതാണ് എന്ത്? എയ്സ്. എയ്സും എല്ലാത്തിലും ഓരോ എയ്സ് വീതമുണ്ട്. സോ ടോട്ടൽ എത്ര എയ്സ് ആണുള്ളത്? 4 എയ്സ് ആണുള്ളത്. ഈ നമ്പേഴ്സ് ഒന്ന് മനസ്സിൽ വെക്കുക. ഈ നമ്പേഴ്സ് സെറ്റ് ആണെങ്കിൽ കാർഡിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ തൂക്കും. ഓക്കെ, യെസ്. അപ്പോ ക്വസ്റ്റ്യൻ നോക്കിയടാ. One card is drawn from a well shuffled deck of 52 cards. 52 cards ഉള്ള ഒരു പാക്കിൽ നിന്ന് റാൻഡം ആയിട്ട് ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. If each outcome is equally likely, calculate the probability. അല്ലെ? ഓരോ ഇവന്റിന്റെ പ്രോബബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വൺ
പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട്. ഓക്കെ, ടോട്ടൽ എത്ര കാർഡ്സ് ആണ് ഉള്ളത്? ടോട്ടൽ നമ്മുടെ സാമ്പിൾ സ്പേസിൽ അല്ലേ, സാമ്പിൾ സ്പേസ് എല്ലാം എഴുതാൻ പറ്റില്ല. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്രയാണ്? 52 എന്ന് എഴുതി. എത്ര ഡയമണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ അല്ലേ? 13. സോ 13 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 52. 13 ബൈ 52 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണേ? നോട്ട് ആൻ ഏസ്. ശ്രദ്ധിക്കണം, ഏസ് അല്ല, ഏസ് അല്ലാത്തത്. നോട്ട് ആൻ ഏസ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? നമുക്ക് 4 ഏസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? ഈ 52 കാർഡിൽ ഏസ് അല്ലാത്തത്. സോ എന്ത് ചെയ്താൽ മതി? 52 മൈനസ് 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് മറക്കരുത് 52. സോ 52 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 48 ആണ്. 48 ബൈ 52 നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 12 ബൈ 13 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കഴിഞ്ഞു. സിമ്പിൾ. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണല്ലേ? മൂന്നാമത്തെ നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് കാർഡ്. പി ഓഫ് ബ്ലാക്ക് കാർഡ്. എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ടെന്നാ പറഞ്ഞേ? 26 അല്ലേ? പകുതിയും ബ്ലാക്ക് കാർഡ്സ് ആണ്. സോ 26 ബൈ 52. 26 ബൈ 52 എത്രയാണെന്നാ പറഞ്ഞേ? 1/2 അല്ലേ? ഹാഫ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? നോട്ട് ഡയമണ്ട്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഡയമണ്ട് ആണ്. ഡയമണ്ട് അല്ലാത്തത്. ഓൾറെഡി 13 ഡയമണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. സോ ആ 13 ടോട്ടൽ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി. 52 മൈനസ് 13 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 52. 52 മൈനസ് 13 എത്രയാണ്? 39. യെസ്, 39 ബൈ 52. ഇങ്ങനെ എഴുതാം. 1/4 അല്ലേ? അതെ. ഇനി 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. എന്താണ്? നോട്ട് എ ബ്ലാക്ക് കാർഡ്. ബ്ലാക്ക് കാർഡ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് കാർഡ് ആണ് അല്ലേ? ബ്ലാക്ക് കാർഡ് അല്ലാത്തത്. സോ ബ്ലാക്ക് കാർഡ് അല്ലാത്ത എത്ര ഉണ്ട്? അല്ലെങ്കിൽ 52 മൈനസ് 26. 26 തന്നെ വരും ബൈ 52 അല്ലേ? ബ്ലാക്ക് കാർഡ് അല്ലാത്തത് ഏതൊക്കെയാടാ? റെഡ് കാർഡ് ആണ്. അപ്പൊ 26 ബൈ 52 എന്താണ്? 1/2 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, an ace of spades. 4 ഏസ് ഉണ്ടെന്ന് അറിയാം അല്ലേ? ഓരോ ഷേപ്പിൽ നോക്കി. ഹാർട്ട്, നമുക്ക് ഹാർട്ട് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, ക്ലബ് ഉണ്ട്, സ്പേഡ് ഉണ്ട്. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഏസ് ഓഫ് സ്പേഡ്സ് ആണ്. സ്പേഡിൽ ഒരു ഏസല്ലേ വരുള്ളൂ, ഒരെണ്ണല്ലേ, ആരും 4 എഴുതരുത്. an ace of spades ഏത് സ്യൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 6th വൺ വരുന്നത് പ്രോബബിലിറ്റി ആൻഡ് ഏസ് ഓഫ് സ്പേഡ്സ് ഒരെണ്ണല്ലേ ഉള്ളൂ. സോ സിമ്പിൾ ആണ്. 1/52. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നോക്കിയേ, ഈ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയാണ് ചെറിയൊരു പണിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് കുറച്ച് പേരെങ്കിലും തെറ്റിക്കാൻ പോകുന്നത്. എന്താണ്? എ കമ്മിറ്റി ഓഫ് 2 persons is selected from 2 men and 2 women. അല്ലേ? 2 men ഉണ്ട്. എത്ര men ആണെന്നാണ് പറയുന്നത്? 2 men ഉണ്ട്, 2 women ഉണ്ട്, 2 സ്ത്രീകളുണ്ട്. So what is the probability that the committee will have? അല്ലേ? 1 man and 2 men. എന്താണ് പറയുന്നത്? ഒരു കമ്മിറ്റിയിൽ 2 പുരുഷന്മാരുണ്ട്, 2 സ്ത്രീകളുണ്ട്. ഇതിൽ നിന്ന് 2 ആളുകളെ സെലക്ട് ചെയ്യണം അല്ലേ? സോ ഇവിടെ സെറ്റിന്റെ സഹായമല്ല, വേറൊരാൾ കടന്നു വന്നു. ആരാണ്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും മക്കളെ. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, പ്രോബബിലിറ്റിയും ക്ലബ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പോവാ. മുനീർ സർ നല്ല സൂപ്പർ ആയിട്ട് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പറഞ്ഞു തരുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടാൽ മതി. സെറ്റ് ആണ് അല്ലെ? പ്രോബബിലിറ്റി ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും. അപ്പൊ നോക്കിയാൽ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? ടോട്ടൽ എത്ര പേരുണ്ട്? 2 + 2 അല്ലെ? ടോട്ടൽ എത്ര പേരുണ്ടാ? 4 ആളുകളിൽ നിന്ന് നമുക്ക് 2 പേരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ എന്ത് വരും? 4 അല്ല, 4C2 അല്ലെ? 4C2. 4 പേരിൽ നിന്ന് നമുക്ക് 2 പേരെ സെലക്ട് ചെയ്യണം. അത് 4C2 എന്ന് എഴുതാം. ഓടിപ്പോയി ആ ചാപ്റ്ററിന്റെ വീഡിയോ കാണും കേട്ടോ. 4C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. ഓക്കെ, സോ അതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1 man. നോക്കിയേ, ഒരു പുരുഷനെ സെലക്ട് ചെയ്യണം. ഓൾറെഡി 2 പുരുഷനാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാനെ സെലക്ട് ചെയ്യാൻ നമുക്ക് എത്ര വേസ് ഉണ്ട്? 2C1. ഒരാൾ മതിയോ? കമ്മിറ്റിയിൽ 2 പേര് വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരെണ്ണം പുരുഷനാണെങ്കിൽ മറ്റേത് സ്ത്രീ ആയിരിക്കും. സോ ഇൻടു 2C1 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാണ്? 4C2 ആണ്. മനസ്സിലായോ? ആരും ടെൻഷൻ ആവണ്ട. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കണ്ട. സിമ്പിൾ.
ആ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒന്ന് പോയി വായിച്ചിട്ട് വന്നാൽ മതി. 2C1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഇൻറ്റു 2 ബൈ 6 എത്രയാണ്? 4/6 എന്ന് പറഞ്ഞാൽ 2/3 ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. 2 men, ആകെ 2 പേരാണുള്ളത്, അതിനകത്ത് 2 men എടുക്കണം. എങ്ങനെ എടുക്കാം? 2C2 by total number of outcomes 4C2. ഓക്കെ, സോ 2C2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/6 ആണ് ആൻസർ. ഓക്കെ, സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. നോ മാൻ, നോ മാൻ, സെലക്ടിങ് നോ മാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ബാക്കി രണ്ടും സ്ത്രീകൾ തന്നെ ആയിരിക്കണം. സെയിം തന്നെ, 2 സ്ത്രീകളാണുള്ളത്, അതിൽ നിന്ന് നമ്മൾ 2C2 എടുത്തു. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ തന്നെ ചോദിച്ചതാണ്. ഓക്കെ, 2C2 by total number of outcomes, again അത് 1/6 ആണ്. മനസ്സിലായോ? ഇത്ര ഉള്ളൂടാ പ്രോബബിലിറ്റി. കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഫുൾ മാർക്സ് വാങ്ങൂലേ? എന്ത് ചെയ്താൽ മതി? ഞാൻ ആദ്യം പറഞ്ഞു, ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഈ ചാപ്റ്റർ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കൂടി നോക്കിയാൽ സെറ്റ്. നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിയിരിക്കും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ തരുന്ന വാക്കാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു അടിപൊളി ചാപ്റ്റർ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചാച്ചാ.